നമസ്കാരം. അമ്പലത്തിൽ ചെന്നാൽ പ്രസാദമായി നല്ല ഒന്നാന്തരം മട്ടൻ ബിരിയാണി കിട്ടുന്ന രംഗം ഒന്ന് ഓർത്തു നോക്കൂ. സ്വപ്നങ്ങളിൽ പോലും നടക്കില്ലെന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ അങ്ങനെയല്ല. പ്രസാദമായി നല്ല ഒന്നാന്തരം മട്ടൻ ബിരിയാണി വിളമ്പുന്ന ഒരു ക്ഷേത്രമുണ്ട്. അതും നമ്മുടെ തൊട്ടയൽപ്പക്കമായ തമിഴ്നാട്ടിൽ. വിചിത്രമായ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന ഈ ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ അറിയുന്നത്. തമിഴ്നാട്ടിലെ മധുരയിൽ സ്ഥിതി ചെയ്യുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വടക്കംപാട്ടി മുനിയാണ്ടി ക്ഷേത്രത്തിലെ പ്രസാദം ലഡുവോ അവലോ ഒന്നുമല്ല, നല്ല രസികൻ മട്ടൻ ബിരിയാണിയാണ്. എല്ലാ വർഷവും ജനുവരിയിൽ നടക്കുന്ന മുനിയാണ്ടി ഉത്സവത്തിനാണ് ബിരിയാണി വിളമ്പുന്നത്. ഏകദേശം 90 വർഷത്തോളമായി തുടർന്നു വരുന്ന ചടങ്ങാണിത്. ഇവിടെ എത്തി പ്രാർത്ഥിക്കുന്നവരുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ സാധിച്ചു കിട്ടും എന്നാണ് വിശ്വാസം. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് മുനിയാണ്ടി ഉത്സവം. 2000 കിലോഗ്രാമിന് മുകളിൽ അരിയിട്ടിട്ടാണ് ബിരിയാണി തയ്യാറാക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് 200ഓളം ആടുകളെ ബിരിയാണിക്കായി വെട്ടിയിട്ടുണ്ട്. മുനിയാണ്ടി ഉത്സവത്തിന് പങ്കെടുക്കാൻ എത്തുന്നവർക്ക് ക്ഷേത്രത്തിൽ നിന്ന് സൗജന്യമായി ബിരിയാണി പ്രസാദം ലഭിക്കും. ക്ഷേത്രത്തിലെ ബിരിയാണിക്ക് ആരാധകരാകട്ടെ ഏറെയാണ്. ഇവിടെ പൂജിക്കുന്ന ദൈവം പോലും തങ്ങളുടെ ബിരിയാണിയുടെ ഫാൻ ആണെന്നാണ് നാട്ടുകാരായ ഭക്തർ പറയുന്നത്. മുനിയാണ്ടി ഉത്സവത്തിൽ പങ്കെടുക്കാൻ സമീപ ഗ്രാമങ്ങളിൽ നിന്നും ആളുകൾ എത്താറുണ്ട്. ഇവിടുത്തെ ആചാരത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് ഇതര ജില്ലകളിൽ നിന്നുള്ളവരും സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും ഒക്കെ ഇന്ന് എത്താറുണ്ട്. ജനുവരി 24, 25, 26 എന്നീ ദിവസങ്ങളിലാണ് ഇവിടുത്തെ ഉത്സവം. ഏകദേശം 2000 കിലോയിലധികം ബിരിയാണിയാണ് ഓരോ വർഷവും ബിരിയാണി പ്രസാദമായി ഭക്തർക്ക് നൽകാറുള്ളത്. 1973 മുതൽ ഇവിടെ ഈ ഉത്സവം സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിന് പിന്നിലും ഒരു കഥയുണ്ട്. വടക്കംപട്ടി ഗ്രാമത്തിൽ ഒരാൾ ഹോട്ടൽ ബിസിനസ് തുടങ്ങുകയുണ്ടായി. പെട്ടെന്ന് തന്നെ അയാളുടെ ബിസിനസ് തഴച്ച് വളരാൻ തുടങ്ങി. ഇത് ഇവിടുത്തെ ക്ഷേത്രത്തിലെ മുനിയാണ്ടിയുടെ അനുഗ്രഹമാണെന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചു. ഇതിന്റെ ചുവട് പിടിച്ചിട്ടാണ് ഗ്രാമത്തിൽ ഉത്സവം വിപുലമായി ആഘോഷിക്കാൻ തുടങ്ങിയത്. ഗ്രാമത്തിലെ മറ്റു ചിലരും ഹോട്ടൽ ബിസിനസ്സിലേക്ക് ചുവടുവെക്കാനായി രംഗത്ത് വന്നു. മുനിയാണ്ടിയുടെ പേരിൽ തന്നെയായിരുന്നു ഇവരൊക്കെ ഹോട്ടൽ തുടങ്ങിയത്. നിലവിൽ ദക്ഷിണേന്ത്യയിൽ ഒട്ടാകെ 1500-ൽ കൂടുതൽ മുനിയാണ്ടി ഹോട്ടലുകളുണ്ട്. ഇവിടുത്തെ പ്രസിദ്ധമായ വിഭവം മട്ടൻ ബിരിയാണിയാണ്. ഇതോടെ മുനിയാണ്ടി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ബിരിയാണി ആരാധകനാണെന്നൊരു പറച്ചിൽ നാട്ടുകാർക്കിടയിൽ പരന്നു. 1973 മുതൽ ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് മട്ടൻ ബിരിയാണി സമർപ്പിക്കാൻ തുടങ്ങി. ഇപ്പോൾ വർഷാവർഷം ഉത്സവം കൂടാനെത്തുന്ന ഭക്തരുടെ തിരക്ക് കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഈ വർഷത്തെ മുനിയാണ്ടി ഉത്സവം നടന്നത് ജനുവരി 24 മുതൽ 26 വരെയായിരുന്നു. 8000ഓളം പേരാണ് ഇക്കുറി പങ്കെടുത്തതെന്ന് നാട്ടുകാർ അവകാശപ്പെടുന്നു. ഇത്രയും മട്ടൻ ബിരിയാണി വിളമ്പാൻ ഒരുപാട് പണം ചെലവാകില്ല എന്ന ചോദ്യത്തിന് നാട്ടുകാർ തന്നെ മറുപടി നൽകും. നാട്ടുകാരുടെ അകമഴിഞ്ഞ സഹായ സഹകരണം തന്നെയാണ് ഇതിന് പിന്നിൽ. മുനിയാണ്ടി ഹോട്ടൽ നടത്തുന്ന ബിസിനസ്സുകാർ ക്ഷേത്രത്തിന് മികച്ച സംഭാവനകൾ നൽകാറുണ്ട്. അവരുടെ വിജയത്തിന് പിന്നിൽ മുനിയാണ്ടിയാണെന്ന് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നു. വാർത്തയുടെ നിറം തേടി തനി നിറം.